മതി മോളെ, ഈ വേഗം ചെല്ലി. വരണു ഉമ്മ. കുട്ടിപ്പം വരും, നല്ലോണം നോയിക്കോളാം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. അല്ലെങ്കിൽ വേണ്ട, ലാസ്റ്റ് മതി. ആദ്യം അങ്ങോട്ട് കൊടുക്കുമോളെ. അവിടെ കൊടു. ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട്. അപ്പൊ ഞമ്മക്കില്ലേ മോളെ? കല്യാണം പ്രമാണിച്ച് മാമാനം മറന്ന. പേരെന്താ? മാമു. അന്റെ പേരല്ലടോ, കുട്ടിന്റെ പേരാ ചോദിച്ചത്. ഒരു പൊടിക്കടങ്ങ് പേര് പറഞ്ഞുകൊടു മോളെ. സൗദ. എന്തിനാ പഠിക്കണേ? അഫ്ലർക്ക് 10-11 കഴിഞ്ഞിട്ടുള്ളത്. അഫ്ലലുലമയ്ക്ക് സെക്കൻഡ് ഇയർ. അത് തന്നെ അഫ്ലറമ്മ. ഇപ്പൊ പരീക്ഷയാ. അത് തന്നെ. പൊടിക്കടങ്ങളിയാ മോളെ. ഈ ഓനെ നോക്കിക്കോ, ആനക്ക് അതിനുള്ള അർഹതയുണ്ട്. നല്ലോണം നോക്കിക്കോ, പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആനക്കും ഇഷ്ടപ്പെടും, അന്റെ കുടിക്കാർക്കും ഇഷ്ടപ്പെടുമെന്ന്. എന്നാ ഞങ്ങൾ പോവാ. അവരിക്ക് കുറുക്കഞ്ചേരി തറവാട്ടിലെ കാദർ മുല്ലാക്കയുടെ മോള് സൗദയുടെയും നിങ്ങളെ മോൻ ഷാഹിദിന്റെയും വിവാഹ നിശ്ചയത്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ തൃപ്തിയായ സ്ഥിതിക്ക് ഞമ്മക്ക് ആദ്യം വേണ്ടത് കല്യാണത്തിനൊരു ദിവസം കാണും. അതെ അതെ. നിങ്ങൾ പറയും. ഏതായാലും നോമ്പെടുത്തില്ലേ, അതങ്ങോട്ട് നോമ്പെടുത്താ നമുക്ക് ഭാര്യ നിറച്ച് 1 മാസം തിന്നാൻ പറ്റൂല. പെരുന്നാള് കഴിഞ്ഞ് ശവ്വാൽ 15-നായാലോ കല്യാണം? ആയിക്കോട്ടെ. എന്നാ 3 മാസത്തെ ഇട കിട്ടുമല്ലോ. അത് കാനത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. അത് മുന്നേ നടത്തണോ അത് അന്ന് നടത്തണോ? അതെന്താണ് കാക്ക ഈ കാനോത്തെന്ന് പറഞ്ഞാൽ? അത് മാമു കാനത്ത് പറഞ്ഞ കല്യാണോ? കല്യാണം അന്ന് തന്നെ നിക്കാഹ് നടത്താം. പള്ളിയിൽ വെച്ചിട്ടായിക്കോട്ടെ, പുണ്യുള്ള കാര്യല്ലേ. പ്രത്യേകിച്ച് ശവ്വാൽ മാസവും സുന്നത്തും കളയണ്ട. എന്നാ മുല്ലാക്ക പറഞ്ഞ പോലെ നടത്താം. ശ്രീധന കാശ് 1 മാസം മുന്നേ തന്നൂടെ? അതില്ല, കാര്യം നടക്കൂല. 1 മാസം മുന്നേ തന്നെ വേണമെന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നോക്കാം. എന്നാൽ ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചെയ്യാം. അതെ അതെ, പള്ളി വെച്ച് കാണാം. നിങ്ങളിരിക്ക്, ബാക്കി കാര്യം സംസാരിക്കാം. ഹലോ ഹലോ ഹലോ. വാലൈക്കും അസ്സലാം. ആരാണ്? നസീറാ? ഇജിപ്പ എവിടെയാ? ദുബൈയിലോ? ബോംബെന്ന് ദുബൈയിലെത്തിയോ? ആ ശരി ശരി, പിന്നെ വിളിക്കട്ടാ. ആ ശരി ശരി, അങ്ങനെ ആവട്ടെ. എഴുതു മോളെ. അസ്സലാമു അലൈക്കും. സ്നേഹത്തോടെ അലി അഷ്കർ വായിച്ചറിയുവാൻ കൂർക്കഞ്ചേരി കാദർ മുല്ലാക്ക എഴുതുന്നത് ക്ഷേമമെന്ന് കരുതുന്നു. സുഹൃത്തെ, ഈ വരുന്ന ശവ്വാൽ 15-ന് എന്റെ മോൾ സൗദയുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞിരിക്കുമല്ലോ.
1,00,000 എഴുത് 20 പവനും സ്ത്രീധനം പറഞ്ഞിരിക്കെ അത് കൊടുക്കാൻ കഴിയാത്തതിന്റെ പേരിൽ നിങ്ങളെ പോലത്തവരോട് സഹായം ചോദിക്കാൻ നിർബന്ധിതനായതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു. അകമഴിഞ്ഞ് സഹായിക്കുമെന്ന് പ്രതീക്ഷയോടെ കൂർക്കഞ്ചേരി കാകരമൊല്ലാക്ക. അല്ലന്ന് ഗൾഫിലുള്ള സുൽഫിക്കറിനെ കല്യാണക്കാരെയൊന്ന് അറിയിച്ചാലോ? ഒന്നില്ലെങ്കിലും നിങ്ങൾ അവനെ പഠിപ്പിച്ചല്ലേ? എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗൾഫൊക്കെ ഡിമ്മ, പണ്ടത്തെ പോലെ നല്ല. എന്നാലും കിട്ടണത് കിട്ടട്ടെ. ഗൾഫ് ഒന്നും കാത്തു നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പഴയ ജോലി സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കി. എന്തെങ്കിലും കിട്ടിയാലാ. എങ്ങനെയെങ്കിലും മോളെ പടിയിറക്കണ്ടേ? പാവങ്ങളെ കൊണ്ടാണല്ലോ റബ്ബിന്റെ പരീക്ഷണം. എന്റെ അല്ലാ, നമ്മുടെ ഒരു കഷ്ടപ്പാട്. കരീസുമ്പോ സമാധാനിക്ക്, എല്ലാം ശരിയാവും. ഇന്നല്ലാഹുമാന, റബ്ബ് നമ്മോടൊപ്പമുണ്ട്. മക്കളെ നോക്കി കണ്ണീര് പൊഴിക്കണം. മാതാപിതാക്കളുടെ കണ്ണീര് റബ്ബ് കണ്ടില്ലെങ്കിൽ പിന്നെ ആരാ കരീസുമ്പോ കാണാനുള്ളത്? പെൺകുട്ടികളെ തന്ന റബ്ബല്ലേ. അവര് വീടിന്റെ ഹൈറാന്നല്ലേ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത്. സമാധാനിക്ക്. അസ്ഫറുൽ നിസ്ഫുൽ ഇമാൻ എന്നല്ലേ? അതൊക്കെ പോട്ടെ, ഈ എൻ്റെ വാപ്പാടുത്ത് പോയി നോക്ക്. എന്തെങ്കിലും എന്ത് കിട്ടാൻ അവിടെ പോയിട്ട്? എളാമാന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ലേ? എന്നാലും ഒന്ന് പോയി നോക്കാം. ഉമ്മറ് തന്നെ ഇരിക്കണുണ്ടല്ലോ റബ്ബേ. അല്ലാ, ബാപ്പയുണ്ട് ഇവിടെ. എന്തിനാ എനിക്ക് ബാപ്പാനെ? ഏയ്, ഇവിടെ വരി. എടാ മൂത്ത മോളെ കതീശ് വന്നിക്കണ്. 100 ഉരുട്ടി കയറ്റി അവളുടെ ബാപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിലെ പേരെയൊക്കെ പറക്കണു. എന്നിട്ട് എവിടെ? അകത്തുണ്ട്. സംഗതി ഞാൻ സ്വന്തം ഉമ്മയില്ലെങ്കിലും ഉമ്മാടെ സ്ഥാനത്തുള്ള ഒരു ഇളമല്ലേ. എന്റെ ഈ കാലിൻ കെട്ടിയുള്ള കുത്തിരിപ്പോക്ക് പിടിക്കണില്ല. കല്യാണം പറയാൻ വന്നതായിരിക്കും. കല്യാണം പറയാൻ വന്നൊന്നല്ല, കാശിന്. പിന്നെ നിങ്ങൾ ഇവിടെ കാശ് മരത്തുനിന്ന് പൊട്ടിച്ചെടുക്കുകയാണല്ലോ. സ്വന്തം മോണാണെങ്കിലും കൊടുക്കുന്നതിനൊരു അതിര് വേണം. ഓക്ക് കല്യാണത്തിന് അതിനപ്പുറമുള്ള കാശൊക്കെ കിട്ടിയേക്കണു ഗൾഫീന്ന്. എന്നാലും നമ്മുടെ ഒരു പേരക്കുട്ടിയല്ലേ. എന്നിട്ട് എത്ര നിങ്ങൾ കൊടുക്കണു? 1 പവൻ സ്വർണമെങ്കിലും. ഓ എന്റെ മനുഷ്യ, 1 പവൻ സ്വർണ്ണ? നിങ്ങളുടെ അടുത്ത് സ്വർണം കൂടുതലാണെങ്കിൽ ഇക്കേരി ഞാൻ ഇട്ടോളാം. എന്നാ പിന്നെ എത്ര കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞുതരാൻ കൊടുക്കേണ്ടത് 10 100 കവറിലിട്ട് ആമിനേളാമ അവറാൻകുട്ടിന്ന് പേരെഴുതി കൊടുക്കണം. ഇല്ലെങ്കിലേ കൊടുത്തതിന് രേഖ ഉണ്ടാവൂല. ബാപ്പ, ബാപ്പ, എന്തൊക്കെയുണ്ട് വർത്താനങ്ങള്? നല്ല വർത്താനം. എപ്പോഴാ വന്നത്? ഞമ്മളിപ്പ ഇങ്ങോട്ട് വന്നേ ഉള്ളു ബാപ്പ. കല്യാണത്തിന് ബാപ്പയുടെ വക എന്താ?
പേരക്കുട്ടിയുടെ കല്യാണല്ലേ, അതും ആദ്യത്തേത്. ഇതെന്താ, ഇതെന്തിനാ എനിക്ക്? പിന്നെ എത്ര എനിക്ക് വേണ്ടിയത്? പണ്ടോ ശ്രീധര പൈസ ഒക്കെ ഞങ്ങൾ തരുന്ന ഇതല്ല കൂത്ത്. നിങ്ങളുടെ പേരക്കുട്ടിയുടെ കല്യാണല്ലേ, എന്റെ മോളുടെ. ബാപ്പ ഓളെ ഒരുപാട് എടുത്ത് നടന്നല്ലേ. ഓൾക്ക് ബാപ്പാനെ ഒരുപാട് ഇഷ്ടായിരുന്നു.